നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ബലാത്സംഗ കേസ് വെറുമൊരു കേസല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയൊരു അഗ്നി പരീക്ഷയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുവാനിരിക്കുന്നത് ജനുവരി 28-നാണ്. ഇപ്പോൾ അദ്ദേഹം മാവേലിക്കര സബ് ജയിലിലും. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാറുള്ളതാണ്. എന്നാൽ രാഹുലിനെതിരെ തുടർച്ചയായി വരുന്ന പരാതികളും പ്രോസിക്യൂഷൻ ഉയർത്തുന്ന സ്ഥിരം കുറ്റവാളി എന്ന വാദവുമാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. 10ഓളം പീഡന കേസുകൾ, അതിലൊരു പോക്സോ കേസുമുണ്ടെന്ന ആദ്യത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. പോക്സോ കേസുകളിൽ ജാമ്യം ലഭിക്കുക എന്നത് സാധാരണ ബലാത്സംഗ കേസിനേക്കാൾ പ്രയാസകരമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പൊതുവേദികളിലും സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാൻ എതിരാളികൾക്ക് ഇത് വലിയൊരു ആയുധമാണ്. കുറ്റം തെളിയിക്കപ്പെടുകയും തടവ് ശിക്ഷ ലഭിക്കുകയും ഒക്കെ ചെയ്താൽ എം.എൽ.എ. സ്ഥാനത്തിന് അത് ഭീഷണിയാകും. അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഇപ്പോൾ ഈ മൂന്നാം ബലാത്സംഗ കേസിൽ ഈ കോടതിയിൽ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ആണ് ഇപ്പോൾ രാഹുലിന്റെ പ്രധാന കരുത്തായി നിൽക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും അകത്തിട്ട് തീർക്കണമെന്ന ലക്ഷ്യത്തോടെ ചില ശക്തി കേന്ദ്രങ്ങൾ നീങ്ങുകയാണെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. ജാമ്യം കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പോക്സോ കേസ് കൂടി ചുമത്തുവാനുള്ള നീക്കം നടക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിൽ ജീവിതം തന്നെ അദ്ദേഹത്തെ മാനസികമായി തകർക്കാനുള്ള ഒരു ആയുധമാക്കുമെന്നാണ് ആരോപണം ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ 2 പരാതികളിൽ ജാമ്യം ലഭിക്കുകയും നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്ത ശേഷമാണ് മൂന്നാമത്തെ പരാതി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്തതും എന്നതും ശ്രദ്ധേയമാണ്. മൂന്നാമത്തെ കേസിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധരും പ്രതിഭാഗം അഭിഭാഷകരും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അതേസമയം ജാമ്യം കിട്ടുന്ന ഘട്ടം വന്നാൽ പോക്സോ കേസിലൂടെ വീണ്ടും അകത്തിടും എന്ന ആരോപണമാണ് ഉയർന്നത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവമേറിയ ആരോപണം പരാതികൾ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് നൽകിയതെന്നാണ്. ആദ്യ പരാതിയും ഇപ്പോഴത്തെ മൂന്നാമത്തെ പരാതിയും പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികൾ. ഇത് നിയമപരമായി അസ്വാഭാവികമാണെന്ന വാദം ശക്തമാണ്. അതോടൊപ്പം ആദ്യ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും നിർബന്ധിത ഗർഭചിത്രം, ക്രൂരമായ ലൈംഗിക പീഡന ഭീഷണിയും മാനസിക പീഡനവും എന്നിവ സമാനമായ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാമത്തെ പരാതിക്കാരി ഗർഭചിത്രത്തിന്റെ തെളിവായി ഭ്രൂണം തന്റെ പക്കലുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ആദ്യ പരാതിയിൽ ഇത്തരം ഭൗതിക തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന വാദവുമുണ്ട്. ഇവയെല്ലാം യാദൃശ്ചികമാണോ എന്ന ചോദ്യവും സ്വാഭാവികമാണ്. ആദ്യ കേസിൽ തന്നെ കോടതി നോട്ട് അറസ്റ്റ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാമെന്ന് രാഹുൽ കോടതി അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം നാട് വിട്ടുപോകുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമായിരുന്നുവെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ ഈ ഡിജിറ്റൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിച്ചുവെന്ന ഗുരുതര ആരോപണമൊക്കെയാണ് ഉയർന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ജനം എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പരസ്യമായി വെല്ലുവിളിച്ചൊരു നേതാവ് കൂടിയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് വരരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങളെന്ന ആരോപണം ഉയർന്നു. 2 ആഴ്ചയായി ജയിലിൽ തുടരുന്ന രാഹുൽ പൊതുവെ ഒരാൾ തളർന്നു പോകുന്ന സാഹചര്യത്തിലും അസാധാരണമായ ആത്മസംയമനമാണ് കാണിക്കുന്നത്. സഹതടവുകാരെ പോലും അമ്പരപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരുന്ന് ആലോചനകളിൽ മുഴുകുന്ന രാഹുൽ നിയമപരമായും രാഷ്ട്രീയപരമായും തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചവർക്കെതിരായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്ന വിലയിരുത്തലുകളാണ് ശക്തം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി നൽകിയ ജാമ്യ ഹർജിയിലാണ് ജനുവരി 28-ന് വിധി പറയുവാൻ പോകുന്നത്. ജാമ്യം ലഭിച്ചാൽ രാഹുൽ പുറത്തിറങ്ങുമോ, അല്ലെങ്കിൽ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള പുതിയ നിയമക്കുരുക്കുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അതിനുള്ള ഉത്തരം അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരള രാഷ്ട്രീയം കാണും. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഒരിക്കലും മറക്കാത്ത കാഴ്ചയൊക്കെയായിരുന്നു. വിജയഫലം എത്തിയപ്പോൾ രാഹുലിന്റെ അമ്മ ബീനയെ ചേർത്ത് പിടിച്ച UDF പ്രവർത്തകരൊക്കെ ആഹ്ലാദം പങ്കുവച്ചത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുലിനെ കെട്ടിപ്പിടിക്കുകയും നെറുകയിൽ മുത്തം നൽകി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളും കേരളം മുഴുവൻ കണ്ടതാണ്. പക്ഷേ ഇന്ന് സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുന്നു. അടൂർ മുണ്ടപ്പള്ളി ആറ്റുവിളാകം വീട്ടിൽ രാഹുലിന്റെ അമ്മ ബീന മകനുമായി ബന്ധപ്പെട്ട കേസുകളുടെ പശ്ചാത്തലത്തിൽ വളരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതാക്കളിൽ നിന്ന് വ്യക്തമായ പിന്തുണയോ സന്ദർശനങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കുടുംബം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണെന്നും പാർട്ടി നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുമൊക്കെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. കോടതി വിധിയും പാർട്ടിയുടെ തുടർ നടപടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ
മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു കാലത്ത് ആഘോഷങ്ങളുടെ നടുവിലായിരുന്ന ഒരു കുടുംബം ഇന്ന് നിശബ്ദതയുടെയും അനിശ്ചിതത്തിന്റെയും ഒക്കെ നടുവിലെന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ എത്ര ദിവസം നിങ്ങൾ അകത്തിടുന്നുവോ അത്രയും കൂടുതൽ ജനപിന്തുണ അയാൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. സഖാക്കൾ ഇയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. നീതിമാനായി ഇവിടെ ആരുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇയാൾ തിരിച്ചു വരും. അദ്ദേഹത്തെ ഇടതുപക്ഷം ഭയക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ആണൊരുത്തൻ എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ ഉയർന്ന കമന്റുകൾ. കഴിഞ്ഞ ദിവസം പീഡന പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുകയും പ്രതിസന്ധി നേരിടുവാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ എന്ന് CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഡിവിഷനിലെ വോട്ടറായിരുന്നു. ഇപ്പോഴാണ് പാലക്കാട് MLA ആയത്. ആ കുടുംബം എന്റെ വോട്ടേഴ്സാണ്. കേസിൽ പരാതിക്കാർക്ക് പരാതി പറയുവാനുള്ള അവസരമുണ്ടെങ്കിലും ആരോപണ വിധേയന്റെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. സ്വാഭാവികമായും രണ്ടു വിഭാഗവും നമ്മൾ അന്വേഷിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയെ വന്ന ആളുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് മോശമായ അനുഭവമുണ്ടായി. പക്ഷേ അങ്ങനെ ഒരാൾ രാത്രി ഏതാണ്ട് 12:30 വരെ ആ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ ആൾ 24 മണിക്കൂറിൽ ബന്ധം അവസാനിപ്പിച്ചില്ല. പകരം രാത്രി 12:30 ശേഷം അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക. പരിചയപ്പെട്ട 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ, അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയുന്നതും സംഭവിച്ചതും രണ്ടാണെങ്കിൽ വാക്കും പ്രവൃത്തിയും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകൾ ഉണ്ടെന്ന ആരോപണത്തിന് ചെവി കൊടുക്കാതിരിക്കാനാകില്ലെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞൊരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ല. പകരം ഒരു ദിവസം രാത്രി 12:30 ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക എന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ചോദ്യം ഉയർത്തിയത്.